ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. ഇത് ഞാൻ മറ്റ് റെക്കോർഡ് ചെയ്ത വീഡിയോൻ്റെ കൂടെ പറയുമ്പോൾ എനിക്കിത് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മോട്ടീവ് എന്തെന്ന് വെച്ചാൽ എനിക്കെൻ്റെ കുറേ ഇൻസെക്യൂരിറ്റീസ് ഒന്ന് പുറത്ത് കിടക്കണമായിരുന്നു. സ്റ്റിൽ 27 വയസ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു ഞാനെൻ്റെ നമ്മുടെ ഉള്ളിലുള്ള അപകർഷതാ ബോധത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ. കാര്യം എന്തെന്ന് വെച്ചാൽ പണ്ടേ ഞാനൊരു ഒതുങ്ങിയ ടൈപ്പായിരുന്നു. ഇൻഫാക്റ്റ് എൻ്റെ കളർ പൊതുവേ ജലദോഷമുണ്ട് കേട്ടോ. പൊതുവെ നമുക്ക് ഈ ഇച്ചിരി ബ്ലാക്ക് ആയിട്ടുള്ളവർക്ക് വീട്ടുകാരെന്നായാലും നാട്ടുകാരെന്നായാലും നമ്മളൊരു തഴയപ്പെട്ട സംസാരങ്ങളായിരിക്കും. പൊതുവെ എൻ്റെ ചെറുതിലേക്ക് എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഒതുങ്ങി, കൂടുതൽ ഒരുങ്ങിയൊന്നും നടക്കൂല കേട്ടോ. ഞാൻ പണ്ടേ ഞാനിങ്ങനെ ഒരുങ്ങി നടക്കുന്ന ടൈപ്പല്ല. ഒരു പൊട്ടിടും. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർ പറയായിരുന്നു, നീ ഇതും എന്തോ പൗഡർ ഇടൂല, പൊട്ടും ഇടൂല, തല പോലും എങ്ങനെയെങ്കിലും കെട്ടി 2 വശമൊന്നും വൃത്തിക്കൊന്നും മെനയൂല, യൂണിഫോമിൻ്റെ ഷോളൊന്നും തേച്ച് മിനിക്കൊന്നും ഇടൂല. അല്ല, അതല്ല, പൊതുവേ ഞാൻ ഒരുങ്ങി നടക്കുന്ന ടൈപ്പേ അല്ല. അപ്പോൾ അത് നമ്മൾ ചെറുതിലേ നമ്മളെ മനസ്സിൽ കയറിയതാണ്. അവൾ കറുത്തിരിക്കുന്നത് കൊണ്ട് അവൾ ഒരുങ്ങി നടന്നിട്ട് എന്ത് കാര്യം, അങ്ങനത്തെ കൂടെ തോട്ടം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. സ്റ്റിൽ എനിക്കത് എൻ്റെ മനസ്സിൽ നിന്ന് ഇത് മാറാനായിട്ട് 27 വർഷം എടുത്തു. ഞാൻ 98-ലുള്ളതാണ്. 98-ലുള്ളതാകുമ്പോൾ ഞാൻ 90s ആയിരിക്കുമല്ലോ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ 2Kക്കൊന്നും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. ഞാനൊന്നും അനുഭവിച്ച കണക്കത്തെ ടൈപ്പ് ഒന്നും ഇപ്പോഴത്തെ പിള്ളേരൊന്നും അനുഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കണം, എന്തായാലും മാറി ചിന്തിക്കണം. അതിനൊക്കെ കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാനിപ്പോൾ റീലൊക്കെ ചെയ്തു തുടങ്ങി. അതുകൊണ്ടാണ്. പക്ഷെ നമുക്കത് ഇത്രയും വർഷം എടുത്തു അത് മാറാനായിട്ട്. ഇത് ഞാൻ മറ്റ് വീഡിയോൻ്റെ കൂടെ പറഞ്ഞാലേ എനിക്കത് പറയാൻ പറ്റില്ല, നിങ്ങൾക്കത് കേൾക്കാനും പറ്റില്ല.